മാൻവിക്ക് സത്യം പറഞ്ഞാൽ ഗിഫ്റ്റ് ഒന്നും കൊടുത്തില്ലായിരുന്നു. കല്യാണമൊക്കെ അടിപൊളിയായിരുന്നു. മാൻവിയുടെ കല്യാണം ഞങ്ങൾ എല്ലാവരും കാത്തിരുന്നതായിരുന്നു. എല്ലാം ഗംഭീരമായിട്ട് നടന്നു. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കല്യാണമായിരുന്നു. 18-ാം തീയതി തുടങ്ങിയ കല്യാണമായിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു. എല്ലാ കോസ്റ്റ്യൂംസിലും സുന്ദരിയായിരുന്നു. നല്ല ഫുഡായിരുന്നു. നിങ്ങളൊക്കെ ഫുഡ് കഴിച്ചോ? നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ മാൻവിക്ക് എല്ലാവിധ ആശംസകളും. എല്ലാം അടിപൊളിയായിട്ടിരിക്കട്ടെ. ഒത്തിരി നാള് അവൾ ആഗ്രഹിച്ച ചെക്കൻ്റെ കൂടെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റട്ടെ. ഓക്കെ, രാവിലെ ഇറങ്ങുമായിരുന്നു, കണ്ടില്ലായിരുന്നു. ശരി, അപ്പൊ ഓണക്കോടി കിട്ടുന്നോ? ഇത്തവണ കുറെ ഓണക്കോടി കിട്ടി. ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ കുറെ ഓൺലൈൻ പേജിലെ ആൾക്കാരൊക്കെ നമുക്ക് സാരി അയക്കുമല്ലോ. അങ്ങനെ എനിക്ക് കുറെ സാരികൾ കിട്ടി. അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം. അത് പറയാൻ വിട്ടു. ഉണ്ട്, ഞങ്ങൾ ഇനി നാളെയാണ് ഷോപ്പിംഗ് ഒക്കെ. ആർക്കും ഇതും എടുത്തു കൊടുത്തിട്ടില്ല. ഇനി വീട്ടിലോട്ട് പോകുന്നേ ഉള്ളൂ. നാളെയൊക്കെ പോകുന്ന സമയത്ത് ഇനി എല്ലാവർക്കും എടുത്തു കൊടുക്കും. ടാറ്റാ, എല്ലാവർക്കും ഹാപ്പി ഓണം. എന്തോ മാൻവിക്ക് സത്യം പറഞ്ഞാൽ ഗിഫ്റ്റ് ഒന്നും കൊടുത്തില്ലായിരുന്നു. ഞാൻ ആലോചിച്ചു മാൻവിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണ്ടേ. പിന്നെ ഓർത്ത് അവളുടെ തന്നെ അവളുടെ തന്നെ ചോദിച്ചിട്ട് യൂസ്ഫുൾ ആയിട്ട് കൊടുക്കാന്ന്. പിന്നെ മാൻവിയുടെ എല്ലാ ഫംഗ്ഷനും ഓർണമെന്റ്സ് എല്ലാം നമ്മുടെ 77 ഷോപ്പിന്റെ ആണ്. എല്ലാ ഫംഗ്ഷനും നമ്മുടേതായിരുന്നു. അപ്പൊ അതിട്ട് കണ്ടപ്പോ ഇരട്ടി സന്തോഷമായി. അങ്ങനെ എല്ലാം നല്ല ഗംഭീരമായിട്ട് കഴിഞ്ഞു. ഓക്കെ, ഓണത്തിന്റെ പരിപാടി ചിലപ്പോ നാട്ടിൽ പോവും, ചിലപ്പം അല്ലെങ്കിൽ എന്റെ കസിനെ കാണാനായിട്ടൊന്ന് ബാംഗ്ലൂർ പോവും. തീരുമാനമായില്ല, ഇതിലേതെങ്കിലും ഒന്നായിരിക്കും ചെയ്യുന്നത്. ശരി, അപ്പൊ പോയിട്ട് വരട്ടെ. ടാറ്റാ.